കോട്ടക്കൽ നഗരസഭയിൽ രാജാസ് ഹൈസ്കൂളിന് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. റോഡ്, ഗേറ്റ്, പിന്നെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ മുറ്റമുള്ള വീടാണ്. നമ്മൾ സിറ്റ് ഔട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വാളൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട്. നിലം ടൈലിട്ടതാണ്. ലിവിങ് റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലിവിങ് റൂം അത്യാവശ്യം സൗകര്യമുള്ള ലിവിങ് റൂമാണ്. പിന്നീട് അതിൽ നിന്നൊരു പൂജാ റൂം നമ്മൾക്ക് കാണാം, മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സിംഗിൾ ബെഡ്റൂമാണ് ഇതിലുള്ളത്. സൈഡിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കോണിക്ക് അടിയിലുള്ള ഒരു ടോയ്ലറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. മോഡേൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റാണ്. ഫ്ലോർ ടൈലുകൾ എല്ലാം നല്ല വിലപിടിപ്പുള്ളതാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിൽ നിന്ന് പോകുന്നത് അടുക്കളയിലേക്കാണ്. ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കബോർഡുകളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവാണ് ഉള്ളത്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അലമാരകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താമസക്കാർക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരിട്ട് താമസിച്ചാൽ മതി. പിന്നെ നമ്മൾ പുറത്തേക്കാണ്, വർക്ക് ഏരിയ ഇതിലില്ല, ചെറിയ സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട്. പുറത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ബയോബിൻ ഇവർ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ചുറ്റുഭാഗത്ത് മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുറ്റുമതിൽ കെട്ടേണ്ട ആവശ്യം വരില്ല. പിൻഭാഗമാണ് ഈ വീടിൻ്റെ. ഒരു അലക്കുകല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലുകൊണ്ട് അതിന് അധികം ഉപയോഗം വരില്ല. പിന്നെ നമ്മൾ കവർ ചെയ്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു. അവിടെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിനും പരിസരത്തായിട്ട് മുറ്റത്താണ് നമ്മളുള്ളത്. അവിടെയാണ് കുഴൽക്കിണറുള്ളത്. 240 അടി വരെ താഴ്ച ഉള്ള കുഴൽക്കിണറാണ്. 140 അടിയിലത് വെള്ളം കണ്ടിട്ടുണ്ട്. ഏകദേശം വെള്ളമുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പ്രവേശനമാണിത്. കോണി കയറി പോയി അവിടെയുള്ള ഡോറ് നമ്മൾ കണ്ടു. ഇനി ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മുൻഭാഗത്ത് ഇട്ടിട്ടുള്ള ഷീറ്റ് നമ്മൾ കാണാം. രണ്ട് ബെഡ്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇതിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് കുറച്ച് മോഡേണൈസ് ആക്കി ഇനി കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു നല്ലൊരു വീടിൻ്റെ, അത്യാവശ്യം നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീടിൻ്റെ ചിത്രമാണ് കണ്ടത്. ഇതിന് ഇവർ പറയുന്നത്, വില പറയുന്നത് 25 ലക്ഷമാണ്. നമുക്കറിയാം ഈ ഭാഗത്ത് 6 ലക്ഷമാണ് ഒരു സെൻറ്റിന് വില. 2 സെൻറ്റ് 80 പോയിൻ്റാണ് ഈ ഭൂമി ഉള്ളത്. അപ്പോൾ തന്നെ 16,800,000 ഈ പ്ലോട്ട്. പിന്നീട് വീടിന് അവർ കണ്ടിട്ടുള്ളത് 8,20,000 രൂപയാണ്. ഏറെക്കുറെ 15 ലക്ഷം രൂപ ചിലവാക്കിയതാണ്. ഒരു 8 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ലെവലിലാണെങ്കിലും നമ്മൾ പുതിയ താമസക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മാർജിൻ ലഭിച്ചുകൊണ്ടാണ് ഈ വീട് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വന്നു ചേർന്ന് അഡ്വാൻസ് കൊടുക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.